ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ ജന്മപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് അമ്മയെ പറ്റി ധ്യാനിക്കാം. അമ്മയെ സ്ലീഹന്മാരെ സേവന്മാളെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറയുകയും ചെയ്തു. സ്ത്രീയന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുകയും വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്നാനം കൊടുക്കുകയും ചെയ്തു. മാമോദീസ മൂലം നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. പിതാവേ, ഞങ്ങൾക്ക് തന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പം ഇരുസ്വപണ്ഡിതരെ സന്ദർശിക്കാൻ തിടുക്കത്തിൽ പോയതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കാം. യോയേൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ എല്ലാ ദാസന്മാരുടെയും ദാസിയുടെ മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തി പ്രാപിക്കും. ആത്മാവ് പഠിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മധ്യസ്ഥയുണ്ട്, പരിശുദ്ധ അമ്മ. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചു. ആ അമ്മയിൽ നമുക്ക് പരിപൂർണമായി ആശ്രയിക്കാം. വേദനയും പ്രയാസവും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മളെ താങ്ങിക്കൊള്ളും. പരിശുദ്ധ അമ്മ നമുക്ക് നമ്മളെ കൈപിടിച്ച് നമ്മളെ നടത്തും. അമ്മയ്ക്ക് വേണ്ടി അമ്മ നമുക്ക് തന്ന എല്ലാ നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.